തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ ഹനുമാൻ കുരങ്ങുകളെ മയക്കുവെടി വെക്കില്ല. കുരങ്ങുകളെ കൂട്ടിലെത്തിക്കാൻ തീവ്രശ്രമം തുടരുകയാണ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അത് ഈ സാധാരണഗതിയിൽ ഈ മൃഗശാലയിൽ കുരങ്ങുകളെ പാർപ്പിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത്, അതായത് ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു ഹനുമാൻ കുരങ്ങിനെയും പാർപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഹനുമാൻ കുരങ്ങല്ല, അത് സിംഹവാലൻ കുരങ്ങ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കും. ഈ മരച്ചിലകൾക്കിടയിൽ ആ ദൃശ്യങ്ങളിൽ നമുക്ക് ആ കുരങ്ങിനെ കാണാനും സാധിക്കും. പക്ഷെ അതല്ല, ചാടിപ്പോയ കുരങ്ങ് ഇതിന് തൊട്ടപ്പുറത്തെ വല്ലഭം എന്ന് പറയപ്പെടുന്ന മരത്തിന് മുകളിലാണുള്ളത്. അവിടേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഈ മ്യൂസിയത്തിനകത്ത് കുരങ്ങുകളെ പാർപ്പിക്കുന്നത് ഈ താഴ്ചയുള്ള കിടങ്ങ് പോലെയുള്ള സ്ഥലത്ത്, അതിനകത്ത് ഈ ഉയരം കുറഞ്ഞ മരങ്ങളൊക്കെയായിരുന്നു സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ ഈ ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയതിന് പിന്നാലെ അതിന് പ്രത്യേക ക്രമീകരണവും സൗകര്യവും ഒക്കെ ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഈ കുരങ്ങുകളെ മയക്കുവെടി വെക്കേണ്ട, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അതിനെ പ്രകോപിപ്പിച്ച് അതിനെ പുറത്തേക്ക്, ഈ ചാടിപ്പോയ 3 പെൺ ഹനുമാൻ കുരങ്ങുകളെയും പ്രകോപിപ്പിച്ച് അതിനെ ഈ മ്യൂസിയം കോമ്പൗണ്ടിന് പുറത്തേക്ക്, അതല്ലെങ്കിൽ മൃഗശാല കോമ്പൗണ്ടിന് പുറത്തേക്ക് എത്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ഇപ്പോൾ മ്യൂസിയം അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മൃഗശാല അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, അങ്ങനെ എത്ര നേരം അതിന് തുടരാൻ കഴിയും? അത് കഴിഞ്ഞ തവണയും ഹനുമാൻ കുരങ്ങ് ആദ്യം ചാടിപ്പോയി കുറച്ച് മണിക്കൂറുകൾ അത് ഈ മൃഗശാലയുടെ തന്നെ പരിസരത്തുള്ള ഉയരം കൂടിയ മരങ്ങൾക്ക് മുകളിൽ നിന്നു. അതിനുശേഷം നഗരത്തിലേക്ക് ഇറങ്ങുന്നതായിരുന്നു അതിൻ്റെ രീതി. അതാണ് നമ്മൾ കണ്ട കാഴ്ച. പക്ഷേ ഇനിയും അത് തുടർന്നാൽ, അല്ലെങ്കിൽ അതിനെയും ഇനി തീറ്റ കൊടുത്ത് ആകർഷിക്കാനൊക്കെ വേണ്ടി ഇരുന്നു കഴിഞ്ഞാൽ അത് എത്ര സമയമെടുക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ സാധാരണഗതിയിൽ ഈ ഹനുമാൻ കുരങ്ങ് അടക്കം ഉണ്ടായിരുന്ന പ്രദേശത്തുണ്ടായിരുന്ന മറ്റു കുരങ്ങുകളാണ്. അങ്ങനെ നിരവധി കുരങ്ങുകൾ ഉണ്ട്. ആ കുരങ്ങുകളിൽ ഒരെണ്ണമാണ് ഇപ്പോൾ മറ്റു മരത്തിലേക്ക് ചാടിപ്പോയത്. അത് വല്ലഭം എന്ന് പറയപ്പെടുന്ന മരം. അത് മറ്റൊരു മരത്തിലേക്ക് ചാടിയോ നമുക്ക് ഇപ്പോഴും അറിയില്ല. നമുക്ക് അല്പസമയം മുമ്പ്, ഏതാണ്ട് 10 മിനിറ്റ് മുൻപ് കിട്ടുന്ന അപ്ഡേഷൻ അനുസരിച്ച് ആ മരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു ഉയരം കൂടിയ മരമാണ്. അതിനെ താഴെ ഇറക്കാൻ വേണ്ടി തീറ്റ കൊടുത്തുള്ള ആകർഷണം അടക്കമുള്ള കാര്യങ്ങൾ അത് നടത്തുന്നുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ഫലവത്തായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴും അതിനെ തിരികെ കൂട്ടിലേക്ക്, അതല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന സൗകര്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇക്കാര്യത്തിൽ നമ്മൾ ഇത്ര ഗൗരവത്തോടെ, ഇത്ര ശ്രദ്ധയോടെ ഈ വാർത്ത നൽകാൻ കാരണം, കഴിഞ്ഞ തവണ ഈ ഹനുമാൻ കുരങ്ങ് പുറത്തേക്ക് ചാടുന്നു. ആ ചാടിയ ശേഷം 2 ദിവസം നഗരത്തിൽ ചുറ്റിക്കറങ്ങുന്നു. ഏറെ പണിപ്പെട്ടാണ് മൃഗശാലയിലെ ജീവനക്കാർ അതിനെ പിടികൂടുന്നത്. അപ്പോൾ അന്നും എടുത്തൊരു തീരുമാനം, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഇത് ചാടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ക്രമീകരണങ്ങൾ, ചില സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനുശേഷം എവിടെയെങ്കിലും അങ്ങനെ സൗകര്യം ഒരുക്കിയതായിട്ടൊന്നും നമുക്കറിയില്ല. ഹനുമാൻ കുരങ്ങുകളെ പ്രത്യേകം മാറ്റിപ്പാർപ്പിച്ചതായി നമുക്കറിയില്ല. കാരണം അന്ന് ആ കുരങ്ങ് ചാടിപ്പോയ, ആ കുരങ്ങ് ഇപ്പോൾ ഈ കൂട്ടത്തിൽ ചാടിപ്പോയ 3 പേരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതും ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഉയരം കൂടിയ മരങ്ങളുണ്ട്, പുറത്തേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കഴിഞ്ഞ തവണ മാസ്കറ്റ് ഹോട്ടലിന്റെ പരിസരത്തേക്ക് എത്തി, സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ആശ്വാസകരം, അത് മറ്റെങ്ങും പോയിട്ടില്ല എന്നുള്ളതാണ്. മറ്റെങ്ങും പോകാതെ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി മറ്റ് ദൃശ്യങ്ങൾ, ഇതിൻ്റെ ഒരു മറുഭാഗത്ത് നിന്നുള്ളൊരു ദൃശ്യങ്ങൾ കൂടി നമുക്ക് പകർത്താൻ ശ്രമിക്കാം. അതും സാധാരണഗതിയിൽ ഉയരം കൂടിയ മരത്തിന് മുകളിലേക്ക് ഇത്തരം കുരങ്ങുകൾ ഇരിക്കുന്നതാണ്. പലതരത്തിലുള്ള പല വെറൈറ്റീസ് ഓഫ് കുരങ്ങുകളെയാണ് ഈ മേഖലയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ക്രമീകരിക്കുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള പ്രിക്കോഷനുകൾ സ്വീകരിച്ചോ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഇത് ചാടിപ്പോയതിനു ശേഷം വേണ്ട വിധത്തിലുള്ള പ്രിക്കോഷനുകൾ സ്വീകരിച്ചോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. പക്ഷേ വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നു. 3 പെൺ ഹനുമാൻ കുരങ്ങുകൾ ഇവിടെ നിന്ന് ചാടിപ്പോയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് സിംഹവാലൻ കുരങ്ങാണ്. അത് നമുക്കിപ്പോൾ കൂടുതൽ വ്യക്തതയോടെ കാണാം. ഇതേ രീതിയിൽ, ഇതേ ക്രമീകരണത്തിൽ തന്നെയാണ് ഈ ഹനുമാൻ കുരങ്ങുകളെയും പാർപ്പിച്ചിരുന്നത്. ഈസിലി പ്രൊവോക്കബിൾ എന്നുള്ളതാണ് ഈ കുരങ്ങുകളുടെ, ആ സ്പീഷ്യസിൻ്റെ ഒരു പ്രത്യേകതയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. പെട്ടെന്ന് പ്രകോപിപ്പിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ അതിനടുത്തേക്ക് വരാറില്ല, അങ്ങനെ വരുന്ന സാഹചര്യമില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മരത്തിന് മുകളിൽ, അത് വാഗയാണെന്ന് തോന്നുന്നു, അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ഹനുമാൻ കുരങ്ങാണ്. ഇതേ സ്പേസിൽ, ഇതേ ഏരിയ ഓഫ് സ്പേസിൽ അത് സിംഹവാലൻ കുരങ്ങാണ്. ഈ സിംഹവാലൻ കുരങ്ങൊന്നും കൂടുതൽ പുറത്തേക്ക് സാധാരണഗതിയിൽ പോകാറില്ല, മറ്റ് സ്പീഷ്യസിലെ കുരങ്ങുകളും പോകാറില്ല. പക്ഷേ ഹനുമാൻ കുരങ്ങിനെ സംബന്ധിച്ച് അത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈസിലി പ്രൊവോക്കബിൾ ആണ്. അതിനെ പ്രൊവോക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ പ്രൊവോക്ക് ചെയ്താൽ സ്വാഭാവികമായും അത് നിൽക്കുന്ന ആവാസ വ്യവസ്ഥയിൽ നിന്ന് ചാടിപ്പോകുന്നതും പതിവാണ്. അപ്പോൾ ആ രീതിയിൽ അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. ഏതായാലും മയക്കുവെടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. വേണു, നമുക്കറിയാം, ഈ സാധാരണ നമ്മൾ നമ്മുടെ ഈ നാട്ടിൻപുറത്തെ വീട്ടിലൊക്കെ പറയാറുണ്ട്, കുരങ്ങുകൾ വന്നാൽ കാക്കകൾ കൂടും, കാക്കകൾ വട്ടമിട്ട് പറക്കാറുണ്ട്. ഇപ്പോൾ ഇതിനകത്തിരിക്കുന്ന മരത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ സ്പോട്ടിംഗ് പോയിന്റ്. അതല്ലെങ്കിൽ അതിനെ കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ മൃഗശാലയിലെ തന്നെ ചിലർ നമ്മളോട് പങ്കുവച്ച കാര്യം അങ്ങനെയാണ്. അങ്ങനെ കാക്കകൾ പറക്കുന്നു. അതാണ് അവർക്ക് അതിനെ ശ്രദ്ധിക്കാനുള്ള കാരണം. ഇന്ന് മൃഗശാല അവധിയാണ്, പ്രവൃത്തി ദിവസമല്ല.
തിങ്കളാഴ്ചയാണ്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ആളുകളില്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മറുവശത്താണ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇതിന് മറുവശത്ത് അപ്പുറത്തെ വശത്തെ ഒരു മരത്തിന് മുകളിലാണ് ഈ കുരങ്ങിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. ആ ഭാഗത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധ്യമല്ല, കാരണം ഇന്ന് മൃഗശാല ഇല്ല. അതിനും അപ്പുറത്തേക്ക് അതിനകത്തേക്ക് കൂടുതൽ ആളുകളെ മൃഗശാലയ്ക്ക് അകത്തേക്ക് കയറ്റി പ്രവോക്ക് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പോകാൻ വഴിയില്ല. ഏതായാലും കാത്തിരിക്കാം കുറച്ച് സമയം കൂടി. തീറ്റ അടക്കം കൊടുത്തുകൊണ്ട് അതിനെ ആകർഷിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് മൃഗശാല അധികൃതർ കടക്കുന്നു. അജീഷ് ജയകുമാറും ചേരുന്നുണ്ട്. അജീഷ്, ഈ മ്യൂസിയം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണോ ഇതിന് കാരണം? വേണു, ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ട് പറയാൻ സാധിക്കില്ല. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ചാടിപ്പോയി എന്നുള്ള വിവരം മാത്രമാണ് ആദ്യം ലഭിച്ചത്. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നടക്കമുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ തിരുവനന്തപുരം മ്യൂസിയം നന്തങ്കോട് റോഡിലാണ്. ഇതിന്റെ പുറകുവശമാണ്, ഈ മ്യൂസിയത്തിന്റെ പുറകുവശത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗത്ത് കൂടിയാണ് മുമ്പ് ഈ ഹനുമാൻ കുരങ്ങൻ ചാടിപ്പോയത്. ഈ ഭാഗത്ത് കൂടിയായിരുന്നു. ഇവിടെ ആദ്യം ഷഫീദ് പറഞ്ഞതുപോലെ ഏതാണ്ട് 2 മണിക്കൂർ നേരം ഇവിടുത്തെ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന്, അതിനുശേഷം പിന്നീട് ഈ പുറകുവശത്തെ ഈ നന്തങ്കോട് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനമൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് നിന്ന് പിന്നീട് അതുവഴി കറങ്ങി LMSന്റെ അതുവഴി എത്തി. അതുവഴി പിന്നീട് മസ്കറ്റ് ഹോട്ടലിന്റെ അവിടെയായിരുന്നു ആ കുരങ്ങ് അന്ന് ദിവസങ്ങളോളം തമ്പടിച്ചത്. ഏതാണ്ട് 24 ദിവസങ്ങൾക്ക് ശേഷമാണ് അന്ന് ചാടിപ്പോയ ഹനുമാൻ കുരങ്ങിനെ ഈ ജീവനക്കാർ പെടാപ്പാട് വിട്ട് തിരിച്ച് എത്തിച്ചത്. എന്തായാലും നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ പുറകു ഭാഗത്ത് നമ്മൾ ഈ മരങ്ങളിലൊക്കെ വീക്ഷിക്കുമ്പോൾ ഇവിടെ കുരങ്ങിനെയൊന്നും കാണാൻ സാധിച്ചില്ല. 3 കുരങ്ങുകളുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഏതാണ്ട് ഇത് സ്ഥിതി ചെയ്യുന്ന കിടങ്ങ്, ഇതിനെ പാർപ്പിച്ചിരുന്ന ആ കിടങ്ങ്, അതിന് തൊട്ട് സമീപമായിട്ടുള്ള മരത്തിൽ ഇത് ഉണ്ടെന്നാണ് ജീവനക്കാർ പറയുന്നത്. അവർ പബ്ലിക്കായിട്ട് സംസാരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഈ ജീവനക്കാരുമെല്ലാം ഇതിന്റെ സമീപത്ത് തന്നെയുണ്ട്. ഇതിന് ഈ പഴവും മറ്റും ഇത് കഴിക്കുന്ന ഭക്ഷണം, കായ്കളും പൂക്കളും ഒക്കെ നൽകി അതിനെ പ്രലോഭിപ്പിച്ച് താഴെ ഇറക്കാനുള്ളൊരു ശ്രമമാണ് നിലവിൽ ആ ജീവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഈ റോഡിന്റെ ചേർന്നുള്ള ഈ ഭാഗത്തൊന്നും ഈ കുരങ്ങുകളെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇവിടെ മ്യൂസിയം ജീവനക്കാരൊന്നും തന്നെ ഈ പരിസരത്തും എത്തിയിട്ടില്ല. പക്ഷേ അവർ ഈ കുരങ്ങിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ഈ കിടങ്ങിനോട് ചേർന്നുള്ള ഈ ഭാഗത്ത് തന്നെ ഈ ജീവനക്കാരുണ്ട്. അതിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ ഭാഗത്തേക്ക് എത്താത്തത്. എന്തായാലും നിലവിൽ ഈ കുരങ്ങ് പുറത്തേക്ക് കടന്നിട്ടില്ല. വേണു, അജീഷ് ജയകുമാറും ഷഫീദ് റാവുത്തറുമാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.